തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പുറപ്പാട് പുസ്തകം അതിൻ്റെ 5-ാം അധ്യായം, അതിൻ്റെ 1-2 വാക്യം. ഫറവോനോട്, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കണമെന്നീ പ്രകാരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ഫറവോൻ, ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആർ? ഞാൻ യഹോവയെ അറിയുകയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല എന്ന് പറഞ്ഞു. അതിന്റെ 4-ാം വാക്യം വായിച്ചേ. മിസ്രയീം രാജാവ് അവരോട്, മോശെ, അഹരോനെ, നിങ്ങൾ ജനങ്ങളുടെ വേല മെനക്കെടുത്തുന്നത് എന്ത്? ദേശത്ത് ജനം ഇപ്പോൾ വളരെ ആകുന്നു, നിങ്ങൾ അവരെ അവരുടെ ഊഴിയ വേല മെനക്കെടുത്തുന്നു എന്നും ഫറവോൻ പറഞ്ഞു. അതിന്റെ 8-ാം വാക്യം വായിച്ചേ. എങ്കിലും ഇഷ്ടികയുടെ കണക്ക് മുൻപിലത്തെ പോലെ തന്നെ അവയുടെ മേൽ ചുമത്തേണം, ഒട്ടും കുറയ്ക്കരുത്. അവർ മടിയന്മാർ, അതുകൊണ്ടാകുന്നു ഞങ്ങൾ പോയി ഞങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കട്ടെ എന്ന് നിലവിളിക്കുന്നത്. 9-ാം വാക്യം. അവരുടെ വേല അതിഭാരമായിരിക്കട്ടെ, അവർ അതിൽ കഷ്ടപ്പെടട്ടെ, അവർ വ്യാജവാക്കുകൾ കേൾക്കരുത്. 14-ാം വാക്യം. ഫറവോന്റെ ഊഴിയ വിചാരകന്മാർ ഇസ്രായേൽ മക്കളുടെ മേൽ ആക്കിയിരുന്ന പ്രമാണികളെ അടിച്ചു. നിങ്ങൾ ഇന്നലെയും ഇന്നും മുമ്പിലത്തെ പോലെ ഇഷ്ടികയുടെ കണക്ക് തികയ്ക്കാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. 17-ാം വാക്യം. അതിന് അവൻ, മടിയന്മാരാകുന്നു നിങ്ങൾ, മടിയന്മാർ, അതുകൊണ്ട് ഞങ്ങൾ പോയി യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് നിങ്ങൾ പറയുന്നു. 21-ാം വാക്യം. അവരോട്, നിങ്ങൾ ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ ഞങ്ങളെ നാറ്റി ഞങ്ങളെ കൊല്ലുവാൻ അവരുടെ കയ്യിൽ വാൾ കൊടുത്തതുകൊണ്ട് യഹോവ നിങ്ങളെ നോക്കി ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. 6-9 വാക്യം. ഞാൻ യഹോവയാകുന്നു. മോശെ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ അമിത അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ വചനത്തിനായി നന്ദി. ഞങ്ങൾ ഇന്ന് സങ്കീർത്തനത്തിൽ കേട്ടു, അൺഫോൾഡിങ് ദ വേർഡ്. ഹല്ലേലൂയ. നിന്റെ വചനത്തെ അൺഫോൾഡ് ചെയ്യുമ്പോൾ ദൈവമേ, അത് ഞങ്ങൾക്ക് ലൈറ്റായി തീരും, അത് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായി തീരും. ഞങ്ങൾ ആ വചനത്തിൽ വിശ്വസിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ വചനത്തെ അൺഫോൾഡ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ അൺഫോൾഡിലൂടെ എന്തൊക്കെ ജീവിതത്തിൽ രൂപാന്തരങ്ങൾ ഉണ്ടാകണമോ, എന്തൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണമോ, അതൊക്കെ ഇന്ന് രാത്രികാലം ദൈവമേ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത് ജീവനും ചൈതന്യമുള്ള വചനമാണ്, ഇത് ഇരുവായ്ത്തലയുള്ള വചനമാണ്, തേനും വിലയേറിയ വചനം കർത്താവേ. ഈ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വചനത്തിന്റെ ശക്തി പുറപ്പെടട്ടെ കർത്താവേ. ഈ വചനത്തിലുള്ള രൂപാന്തരം സംഭവിക്കട്ടെ കർത്താവേ. ഈ വചനത്തിലുള്ള ജനം മാറ്റപ്പെടട്ടെ കർത്താവേ. ഈ വചനത്തിലുള്ള ജനം വളരട്ടെ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവമക്കളെ, ഇസ്രായേലിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിപ്പാനായി മോശയും അഹരോനും ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമിൽ ആരുടെ അടുത്ത് ചെന്നു? ഫറവോന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞ ഉടനെ ഒന്നാമത് നമുക്കറിയാം, മോശ പോകാതിരിക്കുവാൻ ഒരുപാട് ഒഴിവുകഴിവുകൾ മോശ പറഞ്ഞു. ഞാൻ അങ്ങ് പോകാമെന്നാണ് പറഞ്ഞത്. കർത്താവിനോട് എത്ര തവണ മോശ ഒഴിവുകഴിവ് പറഞ്ഞെന്നറിയാം? ഞാൻ തടിച്ച നാവുള്ളവൻ, സ്വത്രം, വേറെ വല്ലവരെയും വിട്ടാൽ പോരായോ, എന്തൊക്കെ പറഞ്ഞു ഒഴിവുകഴിവ് പറഞ്ഞ് കർത്താവ് മോശയെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം വിശ്വാസത്തോടെ ഫറവോന്റെ മുമ്പിൽ ചെന്ന് പ്രസ്താവിച്ചു. എന്തുവാ? എൻ്റെ ജനത്തെ ആരാധനയ്ക്കായി വിട്ടയക്കാം. മൊത്തത്തിൽ പുറപ്പെടുവിക്കണമെന്ന് പറഞ്ഞില്ല, ആരാധനയ്ക്ക് വേണ്ടി വിട്ടയക്കണം. 3 ദിവസം ഹോളിഡേ. എങ്ങോട്ട് പോകണം? ഞങ്ങൾക്കൊരു ക്യാമ്പിന് പോകണം. 3 ദിവസത്തെ അവധി തരണം. എന്താണ് മറുപടി കിട്ടിയത്? യഹോവ ആര്? നീ പറയുന്ന യഹോവ ആരാ? നീ എന്തു പറയുന്നത്? ഞാൻ അവനെ അറിയുന്നില്ല. അടുത്തത് എന്തുവാ? ഇനി അങ്ങനെയൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ നിന്നെ എന്ത് ചെയ്യത്തില്ല, ആലോചിച്ച് നോക്കണേ. കർത്താവിൻ്റെ ശബ്ദം കേട്ടു, കർത്താവ് പറഞ്ഞതനുസരിച്ച് എവിടെ ചെന്നതാ? ഫറവോന്റെ അടുത്ത് ചെന്നതാ. കേട്ട വർത്തമാനം എന്തുവാ? വിട്ടയക്കത്തില്ല. അതുകൂടാതെ അവിടം കൊണ്ട് നിർത്തിയില്ല. നിങ്ങൾ വന്നേക്കുക, ജനത്തെ മെനക്കേടുകാരാക്കുക. മെനക്കേട്. ആരാധനയ്ക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ ഫറവോനെ സംബന്ധിച്ച് എന്തുവാ? ഇതൊരു മെനക്കെട്ട പരിപാടിയാ. ജനത്തെ മെനക്കെടുത്തുവാൻ നിങ്ങൾ വന്നിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം ജനത്തിൻ്റെ വിടുവിപ്പാൻ രാജാവിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ കേൾക്കുന്ന വർത്തമാനം കേട്ടാൽ സന്തോഷം കിട്ടൂ? ദൈവമക്കളെ, ആരാധനയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു വരുമ്പോൾ, ആരാധനയ്ക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും പറയുന്നത് തടസ്സം വരുമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞിട്ടില്ലേ?
ഇല്ലാത്ത തടസ്സങ്ങൾ മൊത്തം അന്തരം ഉണ്ടാക്കിക്കൊണ്ട് വരും. കേട്ടിട്ടില്ലയോ? പക്ഷേ ആ തടസ്സത്തെ അതിജീവിക്കണം. അത് വാക്കുകൊണ്ടായിരിക്കും. ചിലപ്പോൾ അച്ചായനും അമ്മാവും കൂടെ ഒരുമിച്ച് ഇറങ്ങുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു വാക്ക് പറയും. ഇപ്പോൾ ഒരാൾ പിണങ്ങി, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല, സ്തോത്രം, എന്തെങ്കിലും പറയും. എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ മുടക്കുന്ന എന്തായിരിക്കും? നിങ്ങൾ അന്നേരം മനസ്സിലാക്കിക്കൊള്ളണം, ഇതാരുടെ പരിപാടിയാണ്. ആരാധനയ്ക്ക് വിടരുത്. ആരാധനയ്ക്ക് വിട്ടാൽ നിങ്ങൾ വാസ്തവമായി ഒരു ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് വരുമ്പോൾ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ വരുമ്പോൾ ഹൃദയം തുറന്നു വരികയാണെങ്കിൽ മടങ്ങി വെറുതെ പോകത്തില്ല. ഉറപ്പാ, 100% ഗ്യാരണ്ടിയാ. ഹൃദയം ദൈവസന്നിധിയിൽ പകരാൻ വരുന്ന ജനം, ഹല്ലേലൂയ, ദൈവത്തിന് പ്രാപിക്കാതെ പോകത്തില്ല. അത് ഉറപ്പാ. ഈ ജനത്തെ വിട്ടയപ്പാൻ തയ്യാറായില്ല. കൂടാതെ ഫറവോന്റെ വക ഒറ്റ അടിയും കൂടെ മെനക്കെടുത്താൻ വന്നേക്കും. മനസ്സിൻ്റെ നൊമ്പരം ഒന്ന് ആലോചിച്ച് നോക്കണം. മോശ സ്തോത്രം അവിടുന്ന് അങ്ങ് പോയി. ഇദ്ദേഹം വെറുതെ ഇരുന്നില്ല. ഫറവോൻ നേരെ പ്രമാണികളെ വിളിച്ചു. ആരാ ഈ ഫറവോൻ? ആരാ പ്രമാണികളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ്, യവമാരുണ്ടല്ലോ, ഇസ്രായേൽ ജനം പറഞ്ഞേക്കുന്നു ദൈവത്തെ ആരാധിക്കാൻ പോകണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? മെറ്റീരിയൽ ഇനി കൊടുക്കണ്ട, പക്ഷേ ടാർഗറ്റ് മീറ്റ് ചെയ്യുകയും ചെയ്യണം. ഇനി നമ്മുടെ കോണ്ടക്സ്റ്റ് എടുക്കാം. മെഡിക്കൽ ഫീൽഡാണെന്നുള്ള ആൾക്കാർ കുറച്ച് കൂടുതലുള്ളത്. പറഞ്ഞു സ്റ്റാഫിനെ കുറച്ചു, പക്ഷേ രാവിലെ അപ്പാക്കുന്നത് കുറയ്ക്കരുത്. പലപ്പിടി കിട്ടി. സ്റ്റാഫിനെ കുറച്ചു. 4 പേരുള്ളിടത്ത് ഇപ്പോൾ 2 പേരേ ഉള്ളൂ. പക്ഷേ രാവിലെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പാക്കേണ്ടത് അപ്പാക്കണം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. മീറ്റ്, അതായത് ബിഗ് ടാർഗറ്റ് എന്നിട്ട് മെറ്റീരിയൽ തരാതിരുന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ചെയ്യാൻ പറ്റുമോ? പകുതി ജീവൻ പോകും. നിങ്ങൾ ജോലി സ്ഥാനത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾ കൂടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ മനോഭാവം ഒന്ന് ചിന്തിച്ച് നോക്കി, എങ്ങനെ ഇരിക്കും? ഇതുപോലെ ടാർഗറ്റ് കൊടുത്തു എന്നിട്ട് അടുത്തൊരു പദം ഉപയോഗിച്ച് ഈ പ്രമാണികളോട് പറഞ്ഞ അടുത്ത പദം എന്തോന്നറിയാമോ? ഇവർ മടിയന്മാരാണ്. ആരാ? ഇത്രയും വേല ചെയ്ത ജനത്തെക്കുറിച്ച് ഫറവോന്റെ ഒപ്പീനിയൻ എന്തുവാ? മടിയന്മാർ. അതിന് റീസൺ എന്തോ പറഞ്ഞത്? അതുകൊണ്ടാണ് യവമാർ ദൈവത്തെ ആരാധിക്കാൻ പോകണമെന്ന്. നമ്മളത് ശരിയാ, ഇനി മടിയന്മാരെന്നും കൂടെ പറഞ്ഞു, എന്നാൽ പിന്നെ ആരാധനയ്ക്ക് പോകണ്ട. അങ്ങനെയാണോ? മടിയന്മാരെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അടുത്തിയടി ഒന്ന് മോശയ്ക്ക് കിട്ടി മെനക്കെടുത്താൻ വന്നിരിക്കുന്നു. ഇപ്പം എവരോട് പറഞ്ഞു എന്തുവാ? യവൻ മടിയന്മാരാ. എന്നിട്ട് പ്രമാണികൾക്ക് എന്ത് കിട്ടിയെന്നറിയാമോ? ടാർഗറ്റ് മീറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇസ്രായേലിൻ്റെ പ്രമാണികൾക്ക് എന്തും കൂടെ കിട്ടി? അടി കിട്ടി. ഫോർമാന് അടി. ഫോർമാൻ അടി കിട്ടിയ ഉടനെ ഫോർമാൻ നേരെ എങ്ങോട്ട് ചെന്നു? സ്വത്രം എങ്ങോട്ടാ ചെന്നത്? മോശയുടെ അടുത്ത് പോയില്ല, നേരെ എങ്ങോട്ട് പോയി? ഫറവോൻ്റെ അടുത്തേക്ക് പോയി. ഇവർ വിചാരിച്ചു എന്തോന്നറിയാമോ? ഈ ഇവരുടെ മോളിൽ വെച്ചിരിക്കുന്ന ആൾക്കാർ ഫറവോനെ പ്രസാദിപ്പിക്കാനെടുത്ത തീരുമാനമാണ്. പക്ഷെ അങ്ങനല്ല. അദ്ദേഹം മുൻകൂട്ടി തന്നെ പറഞ്ഞു, ഫറവോനെ ഞങ്ങളോട് പറഞ്ഞേക്കുന്നതെന്ന്. ഫറവോൻ പറഞ്ഞിട്ടാണ് ഈ ഓർഡർ തരുന്നത്. പക്ഷെ ഇത് ബൈപ്പാസ് ചെയ്ത് മോശയുടെ അടുത്ത് അല്ലാതെ നേരെ എങ്ങോട്ട് ചെന്നു? ഫറവോൻ്റെ അടുത്ത് ചെന്നു. ഫറവോൻ അവർക്ക് കൊടുത്ത മറുപടി എന്തോന്നറിയാമോ? ഒരു മടിയന്മാരല്ല, നിങ്ങൾ മടിയന്മാർ. 2 മടിയന്മാരെന്ന് കിട്ടി. പോയിക്കോളും. ആലോചിച്ചു ദൈവമക്കളെ, വലിയ കാര്യത്തിൽ ജനം, നിങ്ങൾ ചിന്തിച്ചോളം, മോശ വന്ന് ഇവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഈ ജനവും പറഞ്ഞതിന് ശേഷമാണ് മോശ ഫറവോൻ്റെ അടുത്ത് പോയത്. എന്നാൽ അടുത്ത നിമിഷം ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ആരവിടെ നിൽപ്പുണ്ട്? മോശയും അഹരോനും അവിടെ നിൽപ്പുണ്ട്. എന്നിട്ട് ഈ ജനം പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. മോശയും അഹരോനും നോക്കി പറഞ്ഞ വാചകം എന്തുവാ? നമ്മൾ വായിച്ചത് 21. ഞങ്ങളെ നാറ്റിച്ച് ഞങ്ങളെ കൊല്ലുവാൻ അവരുടെ കയ്യിൽ വാൾ കൊടുത്തത് കൊണ്ട് യഹോവ നിങ്ങളെ നോക്കി ന്യായം വിധിക്കട്ടെ. ആരോടാ? മോശയോട് പറയുക. ഞാൻ നിങ്ങളോട് പറയാം, ഹർട്ടായ പീപ്പിളാണ് മറ്റുള്ളവർ ഹർട്ട് ചെയ്യുന്നത്. അവർ മുറിവേറ്റ് വന്നിരിക്കുക. അവർക്ക് ശാരീരികമായ അടി കിട്ടി. ആ അടി കിട്ടിയിട്ട് ഫറവോൻ്റെ അടുത്തേക്ക് ചെന്നു. ഫറവോൻ പറഞ്ഞു, നിങ്ങൾ മടിയന്മാർ. ഇതും കൂടെ കേട്ടപ്പോൾ മോശയുടെ അടുത്ത് ഒന്ന് പ്രസന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞങ്ങളെ നാറ്റിച്ചു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും, മോശ എന്ത് ചിന്തിക്കും? അപ്പം ഞാൻ ദൈവശബ്ദം കേട്ടു വന്നു. ഞാൻ മുമ്പേ പറഞ്ഞതാ,
ഈ പണിക്ക് പോണ്ട. ഞാൻ നിങ്ങളോട് പറയാം, സുവിശേഷം പറയാൻ പോകുമ്പോൾ, സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ, ഒരാളെ സ്വതന്ത്രമാക്കാൻ പോകുമ്പോൾ, ഇങ്ങനെയുള്ള തിരിച്ചടികൾ നേരുമ്പോൾ മടുത്തു പോകരുത്. വാക്കുകൾ കേൾക്കുമ്പോൾ മടുത്തു പോകരുത്. ഒരാളെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി എത്ര വില കൊടുക്കണമെന്ന് നോക്കണം. മാനസികമായി വാക്കുകൾക്ക് മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ നേരെ ഉതിർത്ത് വിടുമ്പോൾ മറുപടി പറയരുത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, മോശ ഒരു മറുപടി പറഞ്ഞു? മോശ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ പോയ? നോ, ഒന്നും പറഞ്ഞില്ല. അവിടെ തന്നെ മോശ ചെയ്ത കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. അതിൻ്റെ 22-ാം വാക്യത്തിലേക്ക് വരും. അപ്പോൾ മോശ യഹോവയുടെ അടുത്ത് ചെന്ന്, കർത്താവേ, നീ ഈ ജനത്തിന് ദോഷം വരുത്തിയത് എന്ത്? കർത്താവേ, നീ ഈ ജനത്തിന് ദോഷം വരുത്തിയത് എന്ത്? നീ എന്നെ അയച്ചത് എന്തിന്? 2 വാക്ക്. നീ എന്നെ എന്തിനാ കർത്താവെ അയച്ചത്? ഞാൻ ഇവിടെ സിപ്പോറയും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും ആടിനെയും തീറ്റി സുഖമായിട്ട് ഞാൻ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വിളിച്ചിരിക്കുന്നു, ഞങ്ങൾ നിന്റെ ജനത്തെ നാറുമാറാക്കി എന്നുള്ള വാചകം പറഞ്ഞു. അല്ല പറഞ്ഞു, എന്തിനാ കർത്താവെ എന്നെ വിളിച്ചത്? ദൈവമക്കളെ, സുവിശേഷ വേല സത്യമായി ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കൽ സുഖമാകിട്ടുന്നെന്ന്. ചെയ്യാത്ത കുറ്റം ചിലപ്പോൾ ഏൽക്കേണ്ടി വരും. വാക്കുകൾ മുറിവേക്കുന്ന വാക്കുകൾ വരും. ഇതിൻ്റെ മുമ്പിൽ വലിയ ദൈവശബ്ദം കേട്ടില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ മോശ അവരോടല്ല പറഞ്ഞത്, കർത്താവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. എന്താ? നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വിളിച്ചത്? എന്തിനാണ് ആ ജനത്തിന് മേലെ നീ ദോഷം ചെയ്തത്? അടുത്ത നിമിഷം കർത്താവ് മോശയോട് പറഞ്ഞ്, നീ പോകാം. ദോഷം ചെയ്തൊന്നും മറുപടി കൊടുത്തില്ല. നീ പോ, നീ ഫറവോൻ്റെ അടുത്ത് വീണ്ടും പോകണം. മെനക്കെടുത്താൻ വന്നെന്ന് പറഞ്ഞവൻ്റെ അടുത്ത് വീണ്ടും ചെല്ലണോ? നമുക്ക് പറഞ്ഞു വിടാൻ സുഖമാണ്. പ്രാക്ടിക്കലി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ രാജാവ് മെനക്കെടുത്താൻ വന്നിരിക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് വന്നേക്കുക, ഇനി അവൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പറയുന്നത്. ദൈവമക്കളെ, മടുത്തു പോകരുത്. ഒരാത്മാവിനെ നേടുവാൻ ഇതൊക്കെ നീ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു വ്യക്തിയുടെ വീട്ടിൽ മുട്ടുമ്പോൾ നിന്റെ ഹൃദയം മടുത്തു പോകരുത്, നിന്റെ മനസ്സ് കലങ്ങിപ്പോകരുത്. നിന്റെ ധൈര്യത്തോടെ ഉറച്ചവിടെ നിൽക്കണം. എൻ്റെ കർത്താവേ, എൻ്റെ മനസ്സ് ക്ഷീണിച്ചിരിക്കുന്നു, എങ്കിലും നീ വീണ്ടും പറയുന്നു, ഞാൻ പോകാം. വീണ്ടും ഉറച്ചു. അടുത്ത അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം, മോശ വലിയ കാര്യങ്ങൾ ജനത്തോട് പറയുക. സ്തോത്രം. ദൈവം മോശയോട് ഇടപെട്ട അതേപോലെ ആ വാക്യം കർത്താവ് മോശയോട് സംസാരിക്കുകയാണ്. ഞാൻ യഹോവയാകുന്നു. മോശ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. എങ്ങനെ തന്നെ? മോശയോട് കർത്താവ് പറഞ്ഞ അതുപോലെ വലിയ പ്രോമിസാ, ഭയങ്കര പ്രോമിസ് പറഞ്ഞു. ജനത്തിൻ്റെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചോ? ജനത്തിൻ്റെ പ്രതികരണം എന്തുവാ? എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല. ഇംഗ്ലീഷിൽ, ബിക്കോസ് ഓഫ് ദെയർ ബ്രോക്കൺ സ്പിരിറ്റ് ആൻഡ് ഹാർഷ് സ്ലേവറി. ബ്രോക്കൺ സ്പിരിറ്റും ഹാർഷ് സ്ലേവറി, ഈ 2 കാര്യം കൊണ്ട് പ്രോമിസ് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ നിങ്ങളോട് ഇത്ര പറയാം, എത്ര വലിയ പ്രോമിസിനെയും നിങ്ങളുടെ മേലുള്ള ഭാരത്തിന് താഴ്ത്താൻ കഴിയും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ നിങ്ങൾ സമാധാനത്തോടെ അല്ലെങ്കിൽ, സ്തോത്രം, നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും നാളെ ടാർഗറ്റ് മീറ്റ് ചെയ്യണം. എന്തുവാ? വൈക്കോല് കിട്ടത്തില്ല. മനസ്സ് ഇടുങ്ങി, ബ്രോക്കൺ സ്പിരിറ്റ്. ഇന്ന് പകൽക്കാലം, ഇന്ന് വൈകിയ സമയം ചോദിക്കാം, നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഭയത്തോടെ ആരെങ്കിലും പോകുന്നെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യണം. സ്തോത്രം. ജോലി അല്ല, നിങ്ങൾക്ക് വയറ് തന്നവൻ നിങ്ങൾക്ക് വഴിയും ഒരുക്കും. അവൻ വിശ്വസ്തനായ ദൈവമാണ്. നിന്റെ മനസ്സിനെ ഇടിക്കുന്ന, നിന്നെ ബ്രോക്കൺ ചെയ്യുന്നതുണ്ടെങ്കിൽ ഇന്നതിനെ ബ്രേക്ക് ചെയ്തിട്ട് എഴുന്നേൽക്കാവൂ. പറയണേ, എൻ്റെ കർത്താവേ, എന്നെ ഒരിടത്തങ്ങ് ആക്കി വെച്ചാൽ നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ വരുന്നെങ്കിൽ ഏത് പ്രതിസന്ധി അതിജീവിക്കുവാൻ നിന്റെ കൃപ എനിക്ക് മതി. ഇത് നമ്മൾ കൺഫസ് ചെയ്യണം. നിങ്ങൾ മനുഷ്യരെ ഭയപ്പെടരുത്. കാരണം സ്വർഗത്തിലെ ദൈവം അനുവദിച്ചിട്ടാണ് നീ അവിടെ പോയി നിൽക്കുന്നത്. അവർ 2 കാര്യം, അടിമവേല കൊണ്ടും മനോവ്യസനം കൊണ്ടും. മനോവ്യസനത്തോടു കൂടി ആയിരുന്നാൽ പ്രോമിസുകൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ വിശ്വസിക്കാതിരിക്കുമ്പോഴും നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക.
നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. ദൈവം അതിനുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. നീ അവിശ്വസിക്കുമ്പോഴും നിന്റെ മനസ്സ് ഭാരപ്പെട്ടിരിക്കുമ്പോഴും നിന്നെ അടിമതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി വഴി ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നിങ്ങളെ അടിമയാക്കി കളയുവാൻ കൊണ്ടുവരുമ്പോൾ ആ അടിമ മുഖത്തിൽ കുനിഞ്ഞു പോകരുത് മക്കളെ. അപ്പോൾ കർത്താവ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ബോൾഡായിട്ട് ഇത് സംസാരിക്കുവാനിടയായിത്തീരണം. നിങ്ങൾ ബോൾഡായിട്ട് ഇത് പറയണം. ദൈവ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട്. പക്ഷേ അക്ഷരികമായി തുടക്കത്തിൽ കാണത്തില്ല. കാണാത്തത് കൊണ്ട് ഭയപ്പെടരുത്. 2, വാക്കുകൾ തിരിച്ചു വാക്ക് പറയരുത്. ഇന്ന് പ്രിയ പൈതൽ പറഞ്ഞപ്പോഴും സംസാരിച്ചപ്പോഴും പറഞ്ഞ വാക്കുണ്ടല്ലോ, ഷോ ദ ക്രിസ്ത്യൻ മെച്യൂരിറ്റി വെൻ ദ അറ്റാക്ക് കമ്മിങ് അഗൈൻസ്റ്റ് യു ആൻഡ് മീ. എനിക്കും നിനക്കുമെതിരെ അറ്റാക്ക് വരുമ്പോൾ നമ്മളത് മാനുഷികമായിട്ട് എടുക്കരുത്. അത് ബിഹൈൻഡ് എന്താണ് പ്രവർത്തിക്കുന്നത്? അവരുടെ മനോവ്യസനമാണ്. മനോവ്യസനത്തിലിരിക്കുന്ന ജനത്തിന് പ്രോമിസസ് കാണുവാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത വിജയത്തെ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. അത് നിങ്ങളെ തടുക്കുവാനിടയായിത്തീരും. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. അത് ലോകത്തിന് എടുക്കുവാനോ തരുവാനോ കഴിയത്തില്ല. പ്രശ്നങ്ങളുടെ മുമ്പിൽ നീ മുട്ടുമടക്കണം. നിനക്ക് ക്ലിയർ കണ്ടീഷൻ കിട്ടും. ആ മോശ മറുപടി പറയേണ്ട അത്തന് മറുപടി പറയാൻ നിൽക്കരുത്. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്തെന്നറിയാമോ? അവൻ ഇന്ന് അങ്ങനെ പറഞ്ഞു, എന്നാൽ പോയി 2 മറുപടി പറയരുത്, സംസാരിക്കരുത്. എന്നെ കർത്താവ് പഠിപ്പിച്ച പാഠം, ദൈവവചനത്തിലൂടെ പോകും തോറും പഠിപ്പിക്കുന്ന കാര്യം, കീപ് ക്വയറ്റ്. നീ സൗമ്യമായിരുന്നു, നീ മൗനമായിരുന്നു, ദൈവം ആരാണെന്ന് അറിയിക്കുക. സ്തോത്രം. മോശ ദൈവത്തോട് പറഞ്ഞപ്പോൾ കർത്താവ് ഡയറക്ഷൻ കൊടുക്കും. നീ വഴി അടഞ്ഞെടുത്ത് നിന്ന് നീ ദൈവത്തോട് നിലവിളിച്ചാൽ അവൻ നിനക്ക് ഡയറക്ഷൻ, കറക്റ്റ് വഴി ഒരുക്കി തരും. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. പക്ഷേ മോശയുടെ വിഷമം ആരോടാ പറയുന്നത്? ദൈവത്തോട്. എന്നെ എന്തിനാ കർത്താവ് അയച്ചത്? നിങ്ങൾ താഴോട്ട് നോക്കിയാൽ മതി. വീണ്ടും പറയുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പോകാൻ പറഞ്ഞപ്പോൾ സ്തോത്രം, മോശ കൊടുത്ത മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചേ. അതിൻ്റെ 10ഉം 11ഉം വാക്യം വായിച്ച്, 12ആം വാക്യം വായിച്ച മോളെ. അങ്ങനെ ജനം 6:12. അതിന് മോശ ഇസ്രായേൽ മക്കൾ എന്റെ വാക്ക് കേട്ടില്ല, പിന്നെ ഫറവോൻ എങ്ങനെ കേൾക്കും? ഞാൻ വാഗ്വൈഭവം ഉള്ളവനല്ലല്ലോ എന്ന് യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു. മോശയുടെ ട്രോമ വീണ്ടും പൊങ്ങി വന്നു. വാഗ്വൈഭവം ഇല്ലാത്തവൻ എത്ര തവണ മോശ പറഞ്ഞെന്നറിയാമോ? എത്ര തവണ പറഞ്ഞു. ഇപ്പം പോകാൻ പറഞ്ഞു പറയുക, കർത്താവേ, ഇസ്രായേൽ ജനം എൻ്റെ വാക്ക്, എന്നുവെച്ചാൽ നിന്റെ ജനം എൻ്റെ വാക്ക് കേട്ടില്ല, ഇനി ആ പുള്ളി കേൾക്കുമോ? അടുത്ത തൻ്റെ പ്രശ്നം ഏതാ? എടാ, പുള്ളിക്ക് കൂട്ട് കൊടുത്തിട്ടുണ്ട്. ആരെ? അഹ്റോനെ കൊടുത്തിട്ടുണ്ട്. വാഗ്വൈഭവം ഇല്ലാത്തതുകൊണ്ടല്ലേ അഹ്റോനെ കൊടുത്തത്. പുള്ളി സ്വന്തം പ്രശ്നത്തിൽ ഏറ്റെടുത്തു. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയാം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വാക്കുകൾ അവരെ താഴ്ത്തി കെട്ടുമ്പോൾ, മനസ്സിടിക്കുമ്പോൾ, ഹല്ലേലൂയ, അത് ഒത്തിരി ഇമ്പാക്റ്റ് ചെയ്യും. പലർക്കും കോൺഫിഡൻസ് ഇല്ലാത്തത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെ വിളിച്ചപ്പോൾ അവളുടെ വാക്ക് കേട്ടപ്പോൾ എനിക്കെന്ന് തോന്നുന്നു വെച്ചാൽ സെൽഫ് എസ്റ്റീം ഒട്ടുമില്ല. സെൽഫ് എസ്റ്റീമേ ഇല്ല. എന്നെ ഒന്നിനും കൊള്ളത്തില്ല. പ്ലീസ്, നീ അത് പറയരുത്. നിനക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, നീ വാഗ്വൈഭവം ഇല്ലാത്തവനായി. എനിക്കതില്ല, നിനക്കിതില്ല. താങ്ക് യു ലോർഡ്, എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതിനായി സ്തോത്രം. എനിക്ക് ഉയരമില്ല, ഇനി ഉയരം കൂടി ഒരു കുറഞ്ഞു, എന്നെ കാണാൻ കൊള്ളത്തില്ല, എനിക്ക് വണ്ണം കൂടിപ്പോയി, വണ്ണം കുറഞ്ഞു പോയി എന്ന് വേണ്ട എന്തൊക്കെ പറഞ്ഞു പിടിപ്പിക്കുമെന്നറിയാമോ? ഇനി ഇത് നോക്കി നമ്മുടെ നാട്ടിൽ, ഇവിടെ എനിക്ക് തോന്നുന്നില്ല അധികം അങ്ങനെ പറയുന്നു. നാട്ടിലോട്ട് ചെന്ന, അയ്യോ കുഞ്ഞ്, നീ അങ്ങ് ക്ഷീണിച്ചു പോയി. എൻ്റെ മോളത് സാറ നടുവത്താളാണെങ്കിൽ ഇത് കേൾക്കാൻ വയ്യ ഡാഡി. ഞാൻ പറയും, നീ അതിന് സന്തോഷിക്കും. യേശുവേ മഹത്വം, എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതിനായി സ്തോത്രം എന്ന് ചേഞ്ച് ചെയ്യണം. ദ വേർഡിങ്. ഇവിടെ മോശ പറയാൻ കാരണം എന്തോന്നറിയാമോ? തൻ്റെ ഓർമ്മയിൽ അത് വീണ്ടും വീണ്ടും ഉറങ്ങി വരിക. കർത്താവ് നേരിട്ട് സംസാരിച്ചിട്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കണം, കർത്താവ് നേരിട്ട് മോശയോട് സംസാരിക്കുക. കർത്താവേ, ഞാൻ നിൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടില്ല. ആ പുള്ളികൾ അവർക്ക് ഭയങ്കര പ്രോമിസൊക്കെ ഞാൻ കൊടുത്തു. നോ റെസ്പോൺസ്. സഹോദരങ്ങളെ, ലീഡർഷിപ്പ് നിൽക്കുമ്പോൾ നിങ്ങൾ വലിയ പ്രോമിസ് പറയുമ്പോൾ റെസ്പോൺസ് ഒന്നും ഇല്ലായിരിക്കും, ഭയപ്പെടരുത്. ദിസ് ഇസ് ക്വൈറ്റ് നാച്ചുറൽ. അപ്പോൾ ദൈവത്തോട് പറയണേ, കർത്താവേ, നിന്റെ ജനം റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഡോണ്ട് വറി, ഐ ആം വർക്കിംഗ്. അവർ കാണും. നീ പറഞ്ഞുകൊണ്ടിരിക്കുക, അവർ കാണും. ഈ ജനം പുറപ്പെടും, ഈ പറയുന്ന പുറത്തു വരും. ഇവർ ദൈവത്തെ ആരാധിക്കും. ഇവർ
ഇവര് ദൈവത്തെ ആരാധിക്കുമെന്ന്. അവരുടെ വാക്കിൽ നീ തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, മടിച്ചു പോകരുത്. ദൈവത്തിന്റെ കരം ഹല്ലേലൂയ ഫറവോനുള്ള ശിക്ഷാവധിയും ജനത്തിനുള്ള വിടുതലും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നാച്ചുറലായിട്ട് നമ്മൾ പ്രതികരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയാനുള്ളതാണ്, കുഞ്ഞെ, എനിക്ക് ദൈവവചനത്തോട് ഏറ്റവും ഇഷ്ടം എന്തോന്നറിയാമോ? ഇതിന്നും ജീവിപ്പിക്കുന്നു. തകർന്ന് എത്ര പേരെ ജീവിപ്പിക്കുക ഈ വചനത്തിലുള്ള കഴിയുന്നറിയാമോ? ഹല്ലേലൂയ. മനസ്സിന് മുറിവേറ്റ എത്ര പേരുടെ മുറിവുകൾ ഉണക്കുവാൻ ഈ തിരുവചനത്തിൽ നിന്ന് കഴിഞ്ഞെന്നറിയാമോ? മനഃശാസ്ത്രത്തിന് കഴിയാത്തത്, ഹല്ലേലൂയ, കൗൺസിലിങ്ങിന് കഴിയാത്തത് ഈ തിരുവചനത്തിലൂടെ ചെയ്തെടുക്കുവാൻ കഴിഞ്ഞു. കൗൺസിലിംഗ് കൊടുത്തു കുഴഞ്ഞപ്പോൾ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവിന് ഈ വചനം കൈമാറിയപ്പോൾ അവൻ ആള് മാറിയവനായി തീർന്നു. ഇന്ന് ഈ വചനത്തിന് ശക്തിയുണ്ട്. ഇന്ന് ഈ വചനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി പറയണം, നിങ്ങളുടെ ഔദ്യോഗിക സ്ഥലത്തെ നോക്കി പറയണം, നിങ്ങൾ മടുക്കുമ്പോൾ പറയണം, ഞാൻ ജീവിക്കും, ഞാൻ എഴുന്നേൽക്കും, ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും, എൻ്റെ ദൈവത്തിൻ്റെ നാമം ഉയർത്തും. ഈ പട്ടണം വിടുവിക്കപ്പെടും. ഈ പട്ടണത്തിൽ വലിയൊരു കൂട്ടം ജനം പുറത്തു വരും. വലിയ പ്രോമിസുകൾ പറ, കാരണം നമ്മുടെ ദൈവം വലിയവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. അനേക ദൈവദാസൻ പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുക. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ജനത്തോടുള്ള ദൂതുണ്ട്, ശുശ്രൂഷിക്കുന്നവരുള്ള ദൂതുണ്ട്, സ്തോത്രം, പുറത്തുള്ളവരുള്ള ദൂതുണ്ട്. ഹല്ലേലൂയ. നിന്നെ തടുക്കുന്നത്, നിന്നെ വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കുന്നവര്, നിന്നെ തകർക്കുവാൻ ശ്രമിക്കുന്നവര്, അവരെ നോക്കി നീ ഭയപ്പെടേണ്ട. നിന്റെ മനസ്സ് കെട്ടിരിക്കുന്നുവെങ്കിൽ, മനസ്സ് തകർന്നിരിക്കുന്നുവെങ്കിൽ, ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിൽ, അത് ജോലി ഏത് ഏരിയ ആയിക്കൊള്ളട്ടെ, ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറയണം, എൻ്റെ യേശുവേ, ഹല്ലേലൂയ, ഞാൻ തോറ്റവനല്ല, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഞാൻ ആരാധനയ്ക്ക് വേണ്ടി സമയം വേർതിരിച്ചെങ്കിൽ എന്നെ മടിയെന്ന് വിളിച്ചവരുണ്ട്, എന്നെ മെനക്കേടുകാരെന്ന് വിളിച്ചവരുണ്ട്, ഹല്ലേലൂയ, എന്നെ നാറുമാറാക്കിയെന്ന് വിളിച്ചവരുണ്ട്, എന്നെ നാക്ഷിച്ചു എന്ന് പറഞ്ഞവരുണ്ട്, അടിക്കാൻ വാള് കൊടുത്തെന്ന് പറഞ്ഞവരുണ്ട്, കൊല്ലാൻ വാള് കൊടുത്തെന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിന്റെ ജനം വിടുവിക്കപ്പെടും, ഈ ദേശം അനുഗ്രഹിക്കപ്പെടും, ഈ ദേശത്തിന് മാറ്റം സംഭവിക്കും. അത് വിശ്വാസത്താൽ പറ. നീ പ്രാർത്ഥനാ മുറിയിൽ ദൈവം നിന്നോട് ചേരുന്ന കാര്യം നീ പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവം തന്റെ പ്രവൃത്തിയെ ചെയ്തെടുക്കും. ഞാൻ എൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. മോശയെ, നീ പറയുന്നത് പോലെ ചില പ്രവൃത്തികൾ വെളിപ്പെട്ടാൽ, അറിയാതെ നിന്റെ അകത്ത്, ഹല്ലേലൂയ, സ്തോത്രം, ഒരു പ്രതിസന്ധി കയറി വന്നാൽ, ഒരു നിഗളം കയറി വന്നാൽ, നീ അവിടെയാണ് പരാജയപ്പെടുന്നത്. നിന്റെ വാക്കുകൾ കൊണ്ട് നീ താഴ്ചപ്പെടുമ്പോൾ നീ താഴുകയല്ല, നീ ദൈവത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ജനം നിനക്കെതിരെ പറയുമ്പോൾ നീ താണു പോകുകയല്ല, നീ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. ദൈവമക്കളെ, ഈ മോശ ഈ ജനത്തെ സ്നേഹിച്ചും തെളിവെവിടാന്നറിയാമോ? കർത്താവ് വിളിക്കുന്നതിന് മുമ്പ് ഒരു ശുശ്രൂഷ ചെയ്യാൻ പോയി. എന്തുവാ? സ്തോത്രം. രണ്ടുപേര് തമ്മിലടിക്കുന്ന കണ്ടപ്പം, അയ്യോ, മിസ്രൈമിന് എൻ്റെ ഇസ്രായേലിനെ അടിച്ചോ, കൊടുത്തു വരണം, അടിച്ച് അവനെ കൊന്ന് അവിടെ ഒതുക്കിയിട്ട് പോയി. അടുത്ത ദിവസം കാര്യം പരസ്യമായപ്പോൾ അവിടുന്ന് ഓടിയതാണ് പുള്ളി. 40 വർഷം ഓടിയതാണ്. പിന്നെ 80ാമത്തെ വയസ്സിലാണ് വരുന്നത്. ഇപ്പം 80 വയസ്സുണ്ട് ആള്. ഒരു തവണ കർത്താവ് മോശയോട് പറഞ്ഞു, എന്താണെന്നറിയാമോ? ഈ ജനത്തെ കൊണ്ട് ഞാനും ഫെഡപ്പായി. ഞാൻ എവനെ എല്ലാം തട്ടിയിട്ട് നിന്നിൽ നിന്നൊരു ജാതിയെ ഉണ്ടാക്കാം. നമ്മളെല്ലാം എന്ത് ചെയ്തേനെ? ഞാൻ കുറേ നാളായിട്ട് നോക്കിയിരിക്കുമായിരുന്നു. യവന്മാർ പറഞ്ഞ് ആരാധിക്കത്തുമില്ല, യോഗത്തെ സമയത്ത് വരത്തുമില്ല. ഞാനങ്ങ് ഫെഡപ്പായിരിക്കുകയായിരുന്നു. അങ്ങനെ തന്നെ ആമയെ കർത്ത ആണോ? ദൈവം എന്തുകൊണ്ടാണ് മോശം സൗമ്യം വിളിക്കാൻ കാരണം എന്നറിയോ? മുമ്പേ എന്നെ കൊല്ല്, എന്നിട്ട് ഈ ജനത്തെ കൊല്ല്. ഇതിൻ്റെ അർത്ഥം എന്തോ അറിയാമോ? എന്നെ എന്തിനാ അയച്ചെന്ന് ചോദിച്ച മോശ തന്നെ പിന്നെ പറഞ്ഞു, കർത്താവേ, അവരെ ആ ദേശത്ത് പുറപ്പെടുവിച്ചിട്ട് ഈ മരുഭൂമിയിൽ അവർ പട്ടുപോയെന്ന് പോയാൽ അങ്ങയുടെ നാമത്തിന് അത് അവമാനമാണ്. നിന്റെ പ്രതിസന്ധികൾ നിന്നെ മോൾഡ് ചെയ്തെടുക്കും. നിന്റെ വാക്കുകൾ, അനേകർ പറഞ്ഞ വാക്കുകൾ നിന്നെ മോൾഡ് ചെയ്ത് ഒരു സൗമ്യ പുരുഷനായി കർത്താവ് കൊണ്ടുവരും. പ്രൈസ് ഗോഡ്. നിന്റെ വാക്ക് കേൾക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹൃദയം കലങ്ങിപ്പോകരുത്, മനസ്സ് തകർന്നു പോകരുത്. കർത്താവിൻ്റെ കരുതൽ ഇന്നും നമ്മോട് കൂടെയുണ്ട്. അവൻ നമുക്ക് മതിയായ ദൈവമാണ്. അവൻ്റെ മുഖത്തേക്ക് നോക്കാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം. ദൈവമക്കളെ, ചില സിറ്റുവേഷൻസ് നമുക്ക് തിരുവചനത്തിൽ വായിക്കുന്ന ഫിലിപ്പിയ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. ഞാനതുകൊണ്ട് വായിച്ച് ഫിനിഷ് ചെയ്യാം.
ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്ന വാക്യത്തിൽ ഇങ്ങനെ പറയുന്നൊരു വാക്കുണ്ട്, അതിൻ്റെ 4:7. സ്തോത്രം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അതെന്താണെന്ന് അർത്ഥം അറിയാമോ? ദിസ് പീസ് മേ നോട്ട് അലോ യു ടു കൺട്രോൾ യുവർ എൻവയോൺമെൻറ്റ്. കർത്താവ് തരുന്ന ഈ സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഒന്ന് പറ്റും, ബട്ട് ഇറ്റ് ഡസ് അലോ യു ടു കൺട്രോൾ യുവർ റെസ്പോൺസ് ടു ഇറ്റ്. മോശയ്ക്കെതിരെ വാക്കുകൾ ഉയർത്തപ്പോൾ, ദൈവീയ സമാധാനം വന്നപ്പോൾ, അവർ പറഞ്ഞ വാക്കിന് തിരിച്ചു മറുപടി പറയുകയല്ല, തൻ്റെ റെസ്പോൺസിനെ ഈ സമാധാനം കൊണ്ട് താൻ കീഴടക്കി. കർത്താവ് പറഞ്ഞ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അത് നിന്നെ എങ്ങനെ റെസ്പോൺസ് ചെയ്യുമെന്ന് പഠിപ്പിക്കും. പലപ്പോഴും ദൈവമക്കൾ ഞാനും ചിലപ്പോൾ ചോദിച്ചു, എന്തിനാ ഈ തലയെല്ലാ വേദനകളും വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്? വല്ല കാര്യമുണ്ടോ? ചിലപ്പോൾ ഇതാരാന്നറിയാമോ? ഈ കുഞ്ഞപ്പൻ എന്ന് പറയുന്നതാണ്. ഈ കുഞ്ഞപ്പൻ എന്ന് വെച്ചാൽ ആരാന്നറിയാം? നിങ്ങൾ അടുത്തുള്ള അച്ചായൊന്നുമല്ല, പിശാചിനൊരു ദൈവദാസ ഇട്ട പേരാ കുഞ്ഞപ്പനില്ല. കുഞ്ഞപ്പൻ വന്ന് നമ്മോട് തന്നെ പറയും, ഓ ചുമ്മാ തിരിയിടാ, നിനക്കും സുമാർ സന്തോഷത്തോടെ ജീവിച്ചാൽ പോരെ, എന്തിനാ ഇത് തലവേദന എടുത്ത് തലപിടിച്ചിട്ട് നടക്കണം, വല്ല കാര്യമുണ്ട്. നമ്മൾ ആമയും ചിലപ്പം കയറി പറയും, ആമയും പറയരുത്. കർത്താവേ, ഇത്ര വലിയ രക്ഷ ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല, ഏറെ ആയാൽ 80. ഇവിടെ എത്ര നാൾ സൂചിച്ച് ജീവിക്കും? നിങ്ങളൊന്ന് പറയാം, എത്ര നാൾ സൂചിച്ച് ജീവിക്കും? ഈ സുഖത്തിന് എന്ത് അർത്ഥമുള്ളത്? ഒരു സുഖം ഉണ്ടെങ്കിൽ അതിന് 4 ഇരട്ടി ദുഃഖമുണ്ട്, ആണോ അല്ലയോ? ലോകത്തിൻ്റെ ഇഷ്ടത്തിൽ ജീവിച്ച് ഓരോരുത്തരും എടുത്ത് പഠിക്കും. സ്വത്രം. മാനസിക രോഗത്തിൽ കിടക്കുന്ന എത്ര എണ്ണത്തിൽ സ്വത്രം സന്തോഷിക്കാൻ പോയതാണ്, സന്തോഷിച്ചത്, എന്നിട്ട് അത് ട്രോമയാക്കി കൊണ്ടുവന്ന് അതിനെ ലീഡ് ചെയ്യാൻ കഴിയാതെ സ്തോത്രം നമ്മുടെ ഈവൻ ദൈവജനങ്ങൾ പോലും ഈ ട്രാപ്പിലകപ്പെട്ട് അവരെന്താ പറയുക, അയ്യോ നീ സെൽഫ്, ഇവിടുത്തെ വാക്കുകളുണ്ടല്ലോ, നീ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചു. കുഞ്ഞുങ്ങൾ പറയുന്നില്ലേ, മൈ ലൈഫ്, മൈ ലൈഫ്, മൈ ലൈഫ്, എനിക്കിഷ്ടമുള്ളവൻ ജീവിക്കുന്നു. പറയാം, മൈ ലൈഫ് ഇഷ്ടമുള്ളവൻ ജീവിച്ചവരുടെ പട്ടിക കയ്യിലിരിപ്പുണ്ട്. സ്വത്രം തകർന്ന് തരിപ്പണമായി. എന്നാൽ യേശുവിന് കൺട്രോൾ ചെയ്യാൻ കൊടുത്താൽ നിന്റെ ലൈഫ് തകരത്തില്ല, നിന്റെ പടകം തകരത്തില്ല. അങ്ങനെ തകർത്താതിരിക്കുവാൻ അനേകരെ വിളിക്കുവാനാ കർത്താവ് ഈ വേലയ്ക്ക് നമ്മെ വിളിച്ചിരിക്കുന്നത്. ജനമേ, അതുകൊണ്ട് ധൈര്യമായിട്ട് നിൽക്കുക. ഇവിടെ വലിയൊരു കൂട്ടം ദൈവത്തെ ആരാധിക്കും. ഈ പട്ടണം വിടുവിക്കപ്പെടും, ഈ ദേശം വിടുവിക്കപ്പെടും. ഒരു ജാതിക്കാരല്ല, ഒരു ഭാഷക്കാരല്ല, അനേക ഭാഷക്കാരിനകത്ത് വരും. നിങ്ങൾ മടുക്കരുത്. വാക്കുകൾ വരുമ്പോൾ നിങ്ങൾ മടുത്തു പോകരുത്. ധൈര്യത്തോടെ ആത്മാവിൽ പ്രാർത്ഥിക്കൂ, ദേശത്തെ ചുറ്റി പ്രാർത്ഥിക്കൂ, പോസ്റ്റ് കോഡുകളെ കവർ ചെയ്ത് പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കൂ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കൂ. ഒരത്ഭുതം നമ്മൾ കാണും, നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവത്തിൻ്റെ അടച്ചാട്ടെ. ദൈവത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചാട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായി വിധേയപ്പെടുത്തി കൊടുക്കാം. വാക്കുകൾ കൊണ്ട് മുറിവേറ്റിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ആ വാക്കുകൾ നിന്നെ തകർക്കുവാനല്ല, ആ മുറിവുണ്ടാക്കുവാനല്ല, ആ മുറിവുകളെ ക്യൂർ ചെയ്യുന്ന ഗിലിയാദിലെ തൈലം ഇന്ന് വൈകിയ സമയം നിന്റെ മേൽ പകർന്ന് ധൈര്യത്തോടെ, ഉന്മേഷത്തോടെ, ഉത്സാഹത്തോടെ, മടുപ്പില്ലാതെ കർത്താവിൻ്റെ വേലയിൽ ഉത്സുകരായിരിക്കുക. ആ കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മെ വിട്ടുകൊടുക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവദാസൻ പ്രിയാശി ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു.